നമസ്കാരം, സുഭാഷ് സാറാണ്. നമ്മുടെ +2 റിസൾട്ട് ഒക്കെ വന്നു. എല്ലാവരും ഫസ്റ്റ് ഒക്കെ ഒന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ മനസ്സിലായി. പല കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഇന്നത്തേത് നമ്മുടെ എത്ര പേര് എഴുതി, എത്ര പേര് ജയിച്ചു, എത്ര പേര് തോറ്റു. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫെയിലായ ഒരു വർഷമാണ് എന്ന് തോന്നുന്നു. എൻ്റെ കണക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അല്ലെങ്കിൽ തന്നെ ഈ അടുത്തിടയിൽ ഏറ്റവും കൂടുതൽ ഇത്രയും ഫെയിലായത് ഇല്ല. ഏറ്റവും റിസൾട്ട് ഏറ്റവും കുറവാണ്. 77.8 ഉള്ളൂ. കഴിഞ്ഞ വർഷം 78 ഉണ്ടായിരുന്നു, അതിനു മുമ്പ് 80s ആയിരുന്നു. അപ്പോൾ റിസൾട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നത് ഞാൻ പറയുന്നത് മോശം എന്നുള്ളതല്ല, ഇത്രയും നല്ല ഫിൽറ്ററിങ് നടത്തുന്നു എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളുടെ ഈ റിസൾട്ട് ഇങ്ങനെ ഒത്തിരി ആവുന്തോറും നമുക്ക് കാര്യങ്ങൾ കുട്ടികൾക്കൊന്നും വലുതായിട്ട് കിട്ടാറില്ല. മീൻസ് ഇത്രയും പേര് ജയിക്കുന്നത് നല്ലതാണ്, പഠിച്ച് ജയിക്കുന്നത്. പക്ഷേ ചുമ്മാതെ ജയിച്ച് വിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മീൻസ് ജസ്റ്റ് എളുപ്പം മാർക്കൊക്കെ കിട്ടും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇച്ചിരിയോടൊക്കെ ഒന്ന് ഈ ഫിൽറ്റർ ചെയ്ത് മാർക്കൊക്കെ കൊടുക്കുന്നത് ഇച്ചിരി ഒന്ന് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഇതൊക്കെ 2 വർഷത്തിനുള്ളിൽ എല്ലാം റെഡിയായി കുട്ടികൾ പഠിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവും. കാരണം റിസൾട്ട് കുറയും തോറും കുട്ടികൾക്ക് ഒരു പേടി, ചുമതല, ചൂട് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ വർഷം എഴുതിയത് 3,70,642 സ്റ്റുഡൻസ് ആണ് ഈ വർഷം +2 റെഗുലറായിട്ട് എഴുതിയത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ റെഗുലറും എന്താണ് അല്ലേ, അല്ലാത്ത ഒത്തിരി ഉണ്ടല്ലോ, ഈ ഓപ്പൺ സ്കൂള്, കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ്, അങ്ങനെ ഏകദേശം 4 ലക്ഷത്തിന് മേളിൽ പോയിട്ടുണ്ട്. 4,40,000 കുട്ടികൾ ഈ വർഷം എഴുതുന്നുണ്ട്. റെഗുലറുകാർ 3 ലക്ഷത്തി ഇത്രയാണ്. ഇതിനുള്ളിൽ ജയിച്ചത് ഈ 2,88,394 എന്ന് പറയുമ്പോൾ ഏകദേശം 77.8% ആണ് ഈ ജയിച്ചേക്കുന്നത്. ഫെയിലായവരുടെ എണ്ണം നോക്കിക്കേ, 82,248. ഇത് ചെറിയ നമ്പർ ആണോ? 82,248. ഇതൊരു ചെറിയ നമ്പറേ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, 82,000 പേര് കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തുമാത്രം ഒരു ജനം അല്ലേ? അത്രയും പേരാണ് തോറ്റത്, ഫെയിലായത്. അവര് എന്തായാലും ഇനിയിപ്പം ഈ ഫെയിലായവര് ഇപ്പം പലരും ഇപ്പം ഫോൺ ചെയ്യുമ്പം വീട്ടിലെ പേരൻസ് പറയുന്നത് നല്ല ഇപ്പോൾ ഇച്ചിരി ചൂടും പേടിയൊക്കെ വന്നിട്ടുണ്ട് പഠിക്കാൻ. പക്ഷെ ആ ചൂടും പേടിയൊക്കെ എൻ്റെ നോട്ടത്തിൽ 2-3 ദിവസത്തിനുള്ളിൽ കൂടെ നിൽക്കാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പഴയ പോലെ ആവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. ഇത് നിങ്ങളുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പലരും എഴുതാനൊക്കെ ഇരിക്കുന്നവരുണ്ട്. ഒരു വർഷം അങ്ങ് പോട്ടെന്ന്. ഒരിക്കലും അടുത്ത വർഷം എഴുതിയാൽ പോലും നമുക്ക് ഇത്രയും കൃത്യമാകത്തില്ല. ഈ എക്സാമിന് തന്നെ ഫെയിലായ സബ്ജക്റ്റ് ഉറപ്പായിട്ടും എഴുതിയെടുക്കണം. അല്ലാതെ ഈ ആദ്യം കിട്ടുന്ന ചാൻസാണ് നിങ്ങൾക്ക്. ഇത് 1 മാസമുണ്ട്, നന്നായിട്ട് നമുക്ക് പഠിച്ച് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ് നിന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് ജയിക്കാവുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ വർഷങ്ങളായിട്ട് എടുത്തതിന്റെ പരിചയം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. വളരെ ഈസി ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് നിന്ന് കൃത്യമായിട്ട് നിങ്ങളെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഫുൾ A+ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് 39,242 പേർക്ക് ഫുൾ A+ കിട്ടി. നിങ്ങൾ നോക്കിക്കേ, ആ A+ കാര്യത്തിലും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 30,000-ലോട്ടാണ് കുറഞ്ഞത്. ഇതൊന്നും ഞാൻ പറയുന്നത് മോശമൊന്നുമല്ല. പിള്ളേർക്ക് ഇച്ചിരൂടെയൊക്കെ ഫിൽട്ടർ ചെയ്ത് മാർക്ക് കറക്റ്റായിട്ട് ആകുമ്പോൾ ഇനിയും പഠിക്കാൻ പോകുന്ന കോഴ്സുകൾക്കൊക്കെ നന്നായിട്ട് പ്രയോജനം ചെയ്യും. ഓക്കെ, എന്തായാലും റിസൾട്ടൊക്കെ ഇനിയിപ്പം ഇത് ഈ വർഷത്തേതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ആ ബഹളങ്ങളും ആ സംഭവം എല്ലാം കഴിഞ്ഞു. ഇനി പതുക്കെ എല്ലാവരും റിയാലിറ്റിയിലോട്ട് മടങ്ങി അടുത്ത കാര്യങ്ങളിലോട്ട് പോകണം. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ജയിച്ചവർക്കാണെങ്കിലും തോറ്റവർക്ക് ഫെയിലായവർക്കെല്ലാം നമുക്ക് എന്താണ് അടുത്ത കാര്യങ്ങൾ എന്നുള്ളതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, കാരണം കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കൂടെ കിട്ടുമ്പോൾ അതൊരു പ്രയോജനമായിരിക്കും. ഓക്കെ, എല്ലാവരും അടുത്ത കാര്യങ്ങളെക്കുറിച്ച് ഉടൻ തന്നെ തീരുമാനിച്ചോ. നമ്മുടെ സപ്പോർട്ട് എപ്പോഴും കാണും. ഗുഡ് ബൈ.